രാജാനന്ദ പ്രഭുകൾ, ഹരിയേട്ടൻ, ശ്രീ സദനൻ ബാസി, കോട്ടക്കൽ ദേവിയേട്ടൻ തുടങ്ങി എല്ലാവരെയും അനുവാദം ചോദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. എനിക്ക് ഒരു സദസ്സിനോട് സംസാരിച്ച് അധികം പരിചയമില്ല, എങ്കിലും സഭാകമ്പമില്ലാതെ ഞാൻ ചിലത് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ തയ്യാറാക്കി വന്നിട്ടുണ്ട്, എങ്കിലും ഞാൻ എനിക്കറിയുന്നത് പോലെ ഞാനത് പറയുകയാണ്. ഓർമ്മകൾ ഓർക്കുമ്പോൾ അച്ചുണ്ണി മാമ. ഞാൻ ഇങ്ങനെ തുടങ്ങട്ടെ. ഈ വേദിയിൽ നിന്നുകൊണ്ട് ഒരു സദസ്സിനോട് സംവദിക്കാൻ എനിക്ക് ആദ്യം അനുവാദം തന്നത് ചെണ്ട ഉണ്ണികൃഷ്ണനാണ്. തൊട്ടടുത്ത 2 ദിവസങ്ങളിൽ ഞാൻ ഒരു നവജീവിതം 4-ാം ദിവസം കണ്ടുണ്ടായി. അതില് ആകർഷണം തോന്നിയപ്പോൾ ആ കലാകാരന്മാർ എങ്ങനെ അവതരിപ്പിച്ചു എന്ന് എനിക്ക് അക്കമിട്ട് എഴുതണമെന്ന് തോന്നി. ഞാൻ വിശദമായിട്ട് തന്നെ എഴുതി. ആ ഒരു സമയത്താണ് ഇവിടെ ഒരു ഫംഗ്ഷൻ, ഷാരോടി വാസുവിനടക്കം ഒരുപാട് കഥകളി നടന്മാർ, ബാലകൃഷ്ണനുണ്ട്, അങ്ങനെ ഒരുപാട് കഥകളി നടന്മാർ, പ്രത്യേകിച്ചും ബാഹുക വേഷം കെട്ടാറുള്ള കലാകാരന്മാർ പങ്കെടുക്കുന്ന ഒരു മീറ്റിംഗ്. അന്ന് ഞാൻ ഉണ്ണികൃഷ്ണനോട് ചോദിച്ചു, ഞാനിങ്ങനെ ഒന്ന് തയ്യാറാക്കിയിട്ടുണ്ട്, എനിക്കൊന്ന് ഇവിടെ അതൊന്ന് വായിച്ചാൽ കൊള്ളാവുന്ന ആഗ്രഹമുണ്ട്. അത് ഉണ്ണികൃഷ്ണൻ തന്നെ അതിനെനിക്കൊരു അവസരം ഒരുക്കി തന്നു. ഇപ്പൊ ഈ 2ാമത്തെ അവസരത്തിൽ ഉണ്ണികൃഷ്ണൻ അനുവാദം ഉണ്ടാകും എന്നുള്ളത് സംശയില്ല. എനിക്ക് അവസരം പറഞ്ഞത് ആനന്ദാണ്. ആനന്ദിനോട് ഞാൻ നന്ദി പറയണമെന്നില്ല. അച്ഛനിമാമയെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് എൻ്റെ അച്ഛനെയും അമ്മയെയും അങ്ങനെ 3 പേരും സന്ധിക്കുന്ന ഒരു സന്ദർഭമാണ് എനിക്കിവിടെ നിങ്ങളോട് ആദ്യം പറയാനുള്ളത്. നമ്മുടെ കുട്ടിക്കാലത്ത് ഇങ്ങനെ വേഗം ആശയവിനിമയം നടത്താനുള്ള സൗകര്യമൊന്നുമില്ലല്ലോ. എങ്കിലും നാളെ കവളപ്പാറയിൽ ചെന്നാൽ ഏട്ടനെ കാണാം എന്ന് അച്ചുണ്ണി മാമയും, ഇന്നോ നാളെയോ ആയി അച്ചുണ്ണി ഇവിടെ വരുമെന്ന് എൻ്റെ അച്ഛനും അറിയാമായിരുന്നു. അങ്ങനെ സംഭവിക്കാറുണ്ട്. അച്ചുണ്ണി മാമ വെള്ളിയേടിയിൽ നിന്ന് പുറപ്പെടുന്നത് മുതൽക്ക് അച്ചുണ്ണി മാമയുടെ രൂപവും ഭാവവും അച്ഛൻ എന്നോട് പറയാറുണ്ട്. ഒരു 4 മണി കഴിഞ്ഞാൽ നീ ആര്യങ്കാവ് വരെ നടന്നോ, കവളപ്പാറ സ്കൂളോ അതിനപ്പുറം അച്ഛൻകുട്ടിനായരുടെ പീടിക വരെയോ ചെന്നാൽ നിനക്ക് ആളെ കാണാം. അതിനപ്പുറം പോകരുത്. കണ്ടാലും കണ്ടില്ലെങ്കിലും അതിനപ്പുറം പോകരുത്. വെള്ള ഷർട്ട്, കൈ മടക്കി വെച്ചിട്ടുണ്ടാവും, കറുത്ത കര, വെളുത്ത മുണ്ട്,
മടക്കി കുത്തിയിട്ടുണ്ടാവും. ബാഗ് കക്ഷത്താണെങ്കിൽ നീ അത് വാങ്ങണ്ട, അല്ല കയ്യിൽ തൂക്കി പിടിച്ചിട്ടാണെങ്കിൽ ബാഗും കുടയും വാങ്ങണം. കുട നിവർത്തി പിടിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഷർട്ടിന്റെ കോളർ തൂക്കിയിട്ടുണ്ടാവും. അയാൾക്ക് നിന്നെ കണ്ടാൽ മനസ്സിലാവും. പക്ഷെ ലോക്യമോ ചിരിയോ ഒന്നും ഉണ്ടാവില്ല. ആള് നല്ല ഗൗരവക്കാരനാണ്. ആര്യകാമൻ അപ്പുറം പോകരുത്. ഞാൻ പറഞ്ഞ പോലെയൊക്കെ ചെയ്ത് അത് സംഭവിക്കും. ഞാൻ അച്ഛനിമാമയെ കാണും, അച്ഛനിമാമയുടെ കയ്യിൽ നിന്ന് ബാഗും കൂടെയും വാങ്ങും, വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരും. ഉമ്മക്ക് അച്ഛൻ്റെ അടുത്ത് ഇരുന്നാൽ അച്ഛനിമാമയ്ക്ക് ഒരു സ്വതസിദ്ധമായിട്ടൊരു തലയാട്ടുന്ന ഒരു സ്വഭാവമുണ്ട്. ആ തലയാട്ടം കൊണ്ട് ബാഗിൽ നിന്ന് വെളുത്ത നൂലിൽ കിട്ടിയിട്ടുള്ള ഒരു ബ്രൗൺ കവർ പൊതി എടുത്തുണ്ടാവും. അതിൽ ബ്രിട്ട ബിസ്ക്കറ്റായി. ആ ബിസ്ക്കറ്റ് എനിക്ക് തരും. അപ്പോഴേക്കും അമ്മ അച്ഛനും അമ്മാമയ്ക്കുമുള്ള ചായ സൽക്കാരവുമായി ഉമ്മർത്തെത്തും. അതിൽ ഞാനും പങ്കെടുക്കും. അധികം താമസിയാതെ അമ്പലമുറ്റത്തേക്കോ വായനശാല ഗ്രൗണ്ടിലേക്കോ ഞാൻ കളിക്കാൻ പോകും. സന്ധ്യ വൈകുന്നതിന്റെ മുമ്പ് വീട്ടിലേക്ക് വന്നാൽ ഞാൻ പോകുമ്പോഴുണ്ടായിരുന്ന ഒരു അന്തരീക്ഷമല്ല വീട്ടിൽ. അച്ഛനെ എവിടെയും കാണില്ല. അച്ഛനെ എവിടെയാണെന്ന് അന്വേഷിച്ചാൽ അമ്മ പറയും, കുളി കഴിഞ്ഞ് മോളിലേക്ക് പോയതാ, ഇതുവരെ വന്നിട്ടില്ല. അച്ഛനി മാമ ഊൺകളത്തിൽ കൂടെ അങ്ങനെ വയറ് മുഴിഞ്ഞ് ഇങ്ങനെ നടക്കുന്നുണ്ടാവും. അമ്മയോട് ഏട്ടനോടുള്ള പരാതികൾ പറയുകയാണ്. ഞങ്ങളുടെ ചുറ്റിപ്പിടിച്ച് നിന്നാൽ അമ്മ മേല് കഴുകി നാമം ചൊല്ലൂ, നാളേക്കുള്ള ഹോംവർക്ക് ചെയ്യൂ, വായിക്കൂ, പഠിക്കൂ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പറഞ്ഞയക്കും. നാമജലൊക്കെ കഴിഞ്ഞ് വായിക്കലും എഴുതലും അതൊന്നും അത്ര ഉത്സാഹം ഉണ്ടാവില്ല. ഇവിടെ എന്താ കേസ് എന്നറിയാനുള്ള ഒരു വിഭ്രാന്തി, ടെൻഷൻ, അങ്ങനെ വീണ്ടും ഊണ്ടത്തിലേക്ക് എത്തും. അതൊന്നും സാരമില്ല ചുമേട്ടാ, അവരവരെ അറിയിക്കേ, ഒക്കെ ശരിയാവും എന്നൊക്കെ അമ്മ ഇടയ്ക്ക് ഇങ്ങനെ പറയുന്നു. അപ്പോഴേക്കും അച്ഛൻ ഉമ്മർത്ത് വന്നിട്ട് കസേരപ്പലക ഒന്ന് ശബ്ദിക്കും. അത് കേട്ടാൽ അച്ഛനും മാമ അങ്ങോട്ട് ചെല്ലും. മോള് കന്നലയില് വെള്ളവും ഗ്ലാസും ഉണ്ട്, ഒന്ന് പോയിട്ട് വരാം. അച്ഛനും മാമയോട് അച്ഛൻ പറയുകയാണ്. എന്നോട് പറയും, ഊണ് കഴിക്കാൻ ഒരുങ്ങിക്കോളൂ, ഒരുക്കാൻ പറയും. അപ്പൊ അമ്മ അച്ഛനും മാമയ്ക്ക് വല്ലാത്ത എരിവോ പുളിയോ ഒന്നും ഇഷ്ടമല്ല. അപ്പൊ നല്ല മുളകുശിയോ മുരിങ്ങ കൂട്ടാനോ ഒക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടാവും. കൈപ്പറ്റ കൊണ്ടാട്ടോ പയർ കൊണ്ടാട്ടോ വറുത്തും പപ്പടം കാച്ചും അങ്ങനെയുള്ള ശീലം. ഞാൻ ഊണ് കഴിക്കാൻ ഒരുക്കിയാൽ അച്ഛനോട് പറയും, ഊണ് കഴിക്കാൻ വിജയിക്കും. അപ്പൊ അച്ഛനും ഊണ് കഴിക്കാൻ വന്നിരുന്നാലും
അച്ചുണ്ണിമാമ എത്തിയിട്ടുണ്ടാവില്ല. അമ്മ അച്ഛന് വിളമ്പ പോകുമ്പോഴേക്കും അച്ചുണ്ണിമാമ എത്തും. അപ്പൊ ആദ്യം എവിടെ ഉണ്ടായിരുന്നു, എത്ര നേരം കാക്കുക എന്ന് അച്ചുണ്ണിമാമോട് ആദ്യം ചുണ്ടെടുത്തു. അതാണ് പക്ഷേ അമ്മയെ എന്തോ മറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ചുണ്ടിയാണ്. അങ്ങനെ ഊണൊക്കെ കഴിഞ്ഞ മോളില് കിഴക്കേ അവയില് ഓവറയുണ്ട്. ആ അവയിൽ അച്ചുണ്ണി മാമയ്ക്ക് കിടക്കൊരുക്കിയിട്ടുണ്ടാവും. അതിൻ്റെ അപ്പുറത്ത് കുറച്ചും കൂടി തളം വിശാലമായിട്ടുള്ള മുറിയാണ്. അവിടെ അച്ഛനും അമ്മയും ഞാനും, അച്ഛൻ കട്ടില്, ഞാനും അമ്മയും നിലത്ത് കോസറയിൽ കിടക്കുക. അമ്മ അച്ഛനോട് അച്ചുണ്ണി മാമയ്ക്കുള്ള ശുപാർശകൾ ചെയ്യുകയാണ്. പക്ഷെ അതെന്താ ഏതാ എന്ന് മുഴുവൻ കേൾക്കുമ്പോഴേക്കും ഞാൻ ഉറങ്ങും. പിറ്റേന്ന് രാവിലെ അച്ചുണ്ണി മാമ കുളിച്ച് റെഡിയായി കലാമത്തിലേക്കാണോ എവിടേക്കാ പോകാമെന്നൊന്നും അന്ന് പറയാൻ അറിയില്ല. പക്ഷെ മുഖത്ത് വളരെ സംതൃപ്തിയാണ്, സന്തോഷമായിട്ട് മടങ്ങുകയാണ്. ആ അച്ചുണ്ണി, അങ്ങാടിയിലെ ദേവിയെ കണ്ടാൽ അടുത്ത ആഴ്ച ഞാൻ വരും, പൊതുവാട്ടിൽ വരും എന്ന് പറഞ്ഞേക്കും. അച്ചുണ്ണി മാമ ഇറങ്ങും. അപ്പൊ ആ കുട നിവർത്തി പോകുമ്പോൾ മതിലുണ്ട്. ആ മതിലില് അച്ചുണ്ണി മാമ മറിയുന്നത് വരെ അച്ഛൻ ആ കസേരയിൽ ഇങ്ങനെ നോക്കിയിരിക്കും. ആ കൺവെട്ടത്തിൽ നിന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ മോതിര വിരൽ കൊണ്ട് ആ പലകയിൽ എന്തെങ്കിലും ഒരു എണ്ണം അങ്ങോട്ട് പൊട്ടും, അല്ലെങ്കിൽ ഒരു കലാശം അങ്ങോട്ട് പൊട്ടും. ഈ ഒരു ചിത്രം എൻ്റെ മനസ്സിലുള്ളതാണ്. അച്ചുണ്ണിമാമയുടെയും അച്ഛൻ്റെയും അവരുടെ ആ കലാവൈഭവവും നൈപുണ്യവും ഒക്കെ മനസ്സിലാകുന്ന കാലത്ത്, അല്ലെങ്കിൽ എനിക്ക് കുറേശ്ശെ ഈ കലാരംഗവുമായി പരിചയപ്പെടാൻ പറ്റിയ ആ സമയത്ത് അച്ചുണ്ണിമാമയെ കുറിച്ച് എന്നോട് എൻ്റെ മനസ്സിൽ ആഴ്ന്നിറങ്ങ തക്കവണ്ണം പറഞ്ഞു തന്നത്, ഞങ്ങൾ കുമ്പിടി ചന്ദ്രേട്ടൻ എന്നാണ് വിളിക്കുക. അത് കിളിമംഗലം ഒരു മൃദംഗ വിദ്വാൻ കൃഷ്ണൻ പൊതുവാൾ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. ഉണ്ണിമാമ എന്നാണ് ഞങ്ങൾ വിളിക്കുക. ആ ഉണ്ണിമാമയുടെ മകനാണ്. അച്ചുണ്ണേട്ടന്റെ പൊട്ട് ഭയങ്കര കണക്കാണ് കേട്ടോ, കൃത്യമാണ്. അച്ഛൻ്റെ അത്രയൊന്നും അധ്വാനഭാരമില്ല. ഏത് മുറുകിയ കാലത്തിലും എണ്ണം പെറുക്കിയെടുക്കാം. അങ്ങനെയൊക്കെയാണ് ചന്ദ്രേട്ടൻ്റെ പറച്ചിൽ. പിന്നീട് ഞാൻ ശ്രദ്ധിക്കുമ്പോൾ അത് ശരിയാണല്ലോ എന്നെനിക്ക് തോന്നി. ഞാൻ അച്ഛനോട് പറയും, അച്ഛനും നമ്മുടെ കൂട്ടിന് ഇങ്ങനെ ചില രസങ്ങളുണ്ടല്ലോ. അപ്പോ അച്ഛൻ അതിനെ അംഗീകരിക്കുന്നത് ഇങ്ങനെയാണ്. അച്ചുണ്ണി തൻ്റെ അനാരോഗ്യത്തിൽ ബോധവാനായി ബഹുകൃത്യമായി എല്ലാം പിരിച്ചെടുക്കുകയാണ്. സംസ്കൃത ഭാഷാശാസ്ത്രത്തിൽ വാക്കുകൾ കൂട്ടിച്ചൊല്ലാം, പിരിച്ചും പറയാം. അവ രണ്ടും ശരിയാണ്. പക്ഷേ മന്നാടിയാർക്കും എനിക്കും ആണ് കൂടുതൽ തിരക്ക്, ഡിമാൻഡ്. ഇത്ര തന്നെ തിരക്കുണ്ടെങ്കിൽ അച്ചുണ്ണിക്ക് അത് കൊണ്ടു നടത്താനും ആവില്ല. അതും ശരിയാണെന്ന്
എനിക്കറിയാമായിരുന്നു. പക്ഷേ ഏകാഗ്രതയ്ക്ക് ഭംഗം നേരിടുകയാൽ പല പിരിച്ചെഴുത്തുകളും തെറ്റിനാലും അർത്ഥ അപൂർണതയാലും ഒച്ചപ്പെടലുകളായി മാത്രം ഇക്കാലം മാറിയിരിക്കുന്നു എന്ന് സാന്ദർഭികമായി മുൻകൂർ ജാമ്യത്തോടെ ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ചെണ്ട ഉണ്ണികൃഷ്ണന്റെ ഇടന്തര അല്ലെങ്കിൽ കഥകളി മേള സഞ്ചാരം എന്ന വീഡിയോ ശൃംഖലയിൽ കുഞ്ചുണ്ണിയേട്ടൻ ഒരു കാര്യം പറഞ്ഞു. മാത്രമല്ല, അത് കഴിഞ്ഞ മാസം ഇവിടെയും അത് ആവർത്തിച്ചു. കൂടിയാട്ടത്തിന്റെ പ്രചാരണത്തിനും മേളപരിഷ്കാരത്തിനും ഇടയ്ക്ക് ആവശ്യമായപ്പോൾ എൻ്റെ അച്ഛൻ അതിന് ഞാൻ വേണ്ട, അച്ചുണ്ണി മതി എന്ന് പറയുകയുണ്ടായത്രേ. മിഴാവുവാദ്യത്തിന്റെ ഒച്ചയുടെ പരിധിയും പരാധീനതയും അറിയുന്ന എൻ്റെ അച്ഛൻ ഇടയ്ക്കയിൽ ഒരു പോലെ ഉപയോഗിക്കാവൂ എന്നറിയാവുന്ന എൻ്റെ അച്ഛൻ അർത്ഥപൂർണതയിലുള്ള ചെണ്ടകൊട്ടക്ഷരങ്ങളെ വളരെ കൃത്യമായി അച്ചുണ്ണി പിരിച്ചെഴുതുന്നു എന്നറിയുന്ന അച്ഛൻ അങ്ങനെ നിശ്ചയിച്ചതിലെ നീതിയും ധർമ്മവും ഇതാകുന്നു. വെള്ളിനേഴി കാവിൽ പൊതുവാട്ടിലെ സന്തതികൾ ഇരുവരും ദൃശ്യാഭിനയത്തിനകമ്പടിയേകുന്ന വാദ്യമേഖലയിൽ സുസ്ഥിര സിംഹാസനാരൂഢരാകുന്നു. അതോടെ അച്ചുണ്ണി അനാരോഗ്യത്തെ വകവയ്ക്കാതെ നാട്ടരങ്ങിലും വിദേശരങ്ങിലും പേരും പ്രശസ്തിയും നേടി. അംഗീകാരങ്ങൾക്ക് പാത്രമായി ചെണ്ടക്കളരിയിലെ അധ്യാപന മികവുള്ള ഉത്തമ ഗുരുവായി വാഴ്ത്തപ്പെട്ടു. ആരാധകരും ശിഷ്യ പരമ്പരയും ഉണ്ടായി. പണ്ട് കവളപ്പാറയില് പല്ലശ്ശന പത്മനാഭമാല, ചിതരി രാമമാല, തൃത്താല കുഞ്ഞികൃഷ്ണ പൊതുവാൾ, ആലിപ്പറമ്പ് ശിവരാമ പൊതുവാൾ, തൃത്താല കേശവ പൊതുവാൾ, പൂക്കാട്ടിരി ദിവാകര പൊതുവാൾ, മട്ടന്നൂർ ശങ്കരൻകുട്ടിമാല മുതലായ ഗജകേസരികളുടെ താരങ്ങൾക്ക് ആവശ്യക്കാരും പ്രായോജകരും ധാരാളം ഉണ്ടായിരുന്നു. TS നമ്പൂതിരി, CD മേനോൻ, ആലപ്പള്ളി വാസുദേവൻ മാഷ്, ബാലൻ നായർ മാഷ്, ഗോപാലകൃഷ്ണൻ നായർ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറച്ച് സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകന്മാരുണ്ട്. അവര് കേൾക്കച്ചിലെ അച്ഛൻ പറയും, ഇതൊന്നുമല്ല അച്ചുണ്ണിയുടെ കൊട്ട്. അത് അച്ചുണ്ണിമാരുടെ കൊട്ട് തായവക വീണ്ടും കേൾക്കാനുള്ള ആഗ്രഹമുണ്ടാണ്. പക്ഷെ അത് അങ്ങനെ പറയില്ല, ഇങ്ങനെ പറയൂ. ആ കവളപ്പാറയിലത്തെ നാട്ടുകാർക്ക് കാര്യം മനസ്സിലാവും. അച്ചുണ്ണിമാമയുടെ തായവക അവിടെ നിശ്ചയിച്ചിട്ടുണ്ട്, അരിയുണ്ടാവില്ല. അപ്പോഴാണ് എനിക്ക് അച്ചുണ്ണിമാമയെ തായമ്പക വേദിയിലേക്ക് എതിരേക്ക് കൊണ്ടുവന്നിരുന്ന ഒരു കാലത്തെ പറ്റി അച്ഛൻ പറഞ്ഞു തന്നിട്ടുള്ളത്. ഇങ്ങനെയൊക്കെയാണെങ്കിലും
അച്ചുണ്ണിമാമയായിട്ട് ആദ്യമുള്ള കാഴ്ചയിൽ അച്ഛന് ദേഷ്യപ്പെട്ട സംസാരം ഉണ്ടാവും. എന്തെങ്കിലും ഒന്ന് ദേഷ്യപ്പെടലാണ് അച്ചുണ്ണിമാമയോട് ആദ്യം. എന്താ അച്ഛൻ അങ്ങനെ ചെയ്യണത് എന്ന് ചോദിക്കാനായിട്ട് പാടില്ല. അതിന്റെ കാരണവും അന്വേഷിക്കരുത്. അത് അവരുടെ മാത്രം ഒരു രഹസ്യമാണ്. എന്നാൽ പല പല സന്ദർഭങ്ങളിലും അവരുടെ മാനസിക ഐക്യം, പൊരുത്തം ഞാൻ കണ്ടിട്ടുണ്ട്, അത് ആസ്വദിച്ചിട്ടുണ്ട്. ഒന്ന് രണ്ട് സന്ദർഭങ്ങൾ മാത്രം ഇവിടെ പറഞ്ഞ് ഞാൻ എൻ്റെ സംസാരം നിർത്തുക. അച്ഛൻ അഷ്ടപതിയാട്ടം എന്ന നൃത്തകലാരൂപം സംവിധാനം ചെയ്തപ്പോൾ അതിൻ്റെ ആദ്യത്തെ രംഗം ജയദേവ കവിയുടെ ആശ്രമസ്ഥലയാണ്. പത്നി പത്മാവതിയും രംഗത്തുണ്ട്. അപ്പൊ അച്ഛൻ ആവശ്യം അവിടെ ആശ്രമ പരിസരം, പൂജകൊട്ട് ഇതൊക്കെയാണ്. പിന്നെ പ്രധാനമായിട്ട് പത്മനാഭ മുകുന്ദ മാധവ, അത് അച്ചുണ്ണിമാമ തന്നെ പാടണം എന്ന അഷ്ടപതി. അപ്പോ അന്ന് അനുഭവം ധാരാളം ഉണ്ടെങ്കിൽ അച്ചുണ്ണിമാമോട് പറയും ആ പൂജ കൊട്ട് വാദ്യമഞ്ജരിയാക്കി പോകാൻ. ഇങ്ങനെ എന്തെങ്കിലും അഭിപ്രായം പറയുന്നല്ലാണ്ട് അതിന്റെ നടത്തിപ്പെല്ലാം അച്ചുണ്ണിമാമയാണ്. പിന്നൊരു സന്ദർഭം തിരുവിലാമലയില് ഞാൻ കുട്ടന്മാരാശാന്റെ ഒപ്പം അച്ഛൻ കൊട്ടുന്നത് ഒന്ന് രണ്ട് പ്രാവശ്യം കണ്ടിട്ടുണ്ട്. മണാകാശാന്റെ കൂടെ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. പക്ഷേ അച്ഛനും അച്ചുണ്ണിമാമയും കൂടി കൊട്ടുന്ന ഒരു മേളപ്പദം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അത് ഉദ്ദേശം 86-87 കാലത്ത് തിരുവില്ലാമലയിലായിരുന്നു അത് ഒരു അരങ്ങുണ്ടായിരുന്നത്. ആ അരങ്ങിനെ പറ്റിയിട്ട് ആനന്ദൻ അച്ചുണ്ണിമാമയുടെ പുസ്തകത്തില് വീറും വാശിയുമുള്ള ഒരു അരങ്ങായിട്ടാണ് ആനന്ദൻ എഴുതിയത്. ഞാനും ആനന്ദനും തമ്മിൽ 4-5 വയസ്സിന്റെ കൂടിയ പ്രായാന്തരമുണ്ട്. എന്റെ ഭാവന എന്തായിരുന്നു എന്ന് മേളത്തിരുത്തത്തിൽ സാഷ്ടാംഗം എന്ന പുസ്തകത്തിൽ ഞാനും അതേ രംഗത്തെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അന്ന് അച്ചുണ്ണിമാമയുടെ വയ്യായികയോ പോരായ്മയോ ഒന്നും ബഹുജനങ്ങൾ അറിയാതെ അവർ തമ്മിലുള്ള കണ്ണുകൊണ്ടും ശരീരം കൊണ്ടുള്ള ഭാഷയിൽ ആ മേളപ്പദം അത് നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരു അരങ്ങായിട്ട് ഞാൻ മനസ്സിൽ സൂക്ഷിക്കുക. അച്ചുണ്ണിമാമയുടെ ശരീരപ്രകൃതി അച്ഛൻ അറിയാമെന്നെങ്കിലും അച്ചുണ്ണിമാമയുടെ ദീനത അച്ഛന് ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല. എന്നേക്കാൾ മുമ്പേ പോവാൻ താൻ വട്ടം കൂടുന്നുണ്ടോ, അതും ദേഷ്യപ്പെട്ടിട്ടാണ് അച്ഛൻ അച്ചുണ്ണിമാമയോട് ചോദിച്ചിട്ടുള്ളത്. എന്നാൽ ഏട്ടന്റെ ദേഷ്യഭാവങ്ങളെല്ലാം തന്നോടുള്ള സ്നേഹവും കരുതലും ആയിരുന്നു എന്ന് അച്ചുണ്ണിമാമയ്ക്ക് മാത്രം അറിയാം. ആ അച്ചുണ്ണിമാമയുടെ ഓർമ്മകൾക്ക് മുന്നിൽ ഞാൻ തലകുലിക്കുന്നു. എന്നെ കേട്ടിരുന്ന സദസ്സിനെ ആദരവോടെ നമിക്കുന്നു. നന്ദി, നമസ്കാരം.